ഹായ് എവ്രിവൺ, വീക്കറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സോർട്ടിങ് ആക്ടിവിറ്റീസ് ആണ്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് സീരീസ് ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സീരീസിൽ അടുത്ത വീഡിയോ ആണിത്. ഇതിന് മുൻപത്തെ വീഡിയോ മാച്ചിങ് ആയിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിരുന്നു മാത്സിൻ്റെ ബേസ് സ്കിൽ അതാണെന്നുള്ളത്. അതേപോലെ തന്നെ മാത്സിന് കണക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു സ്കില്ലാണ് ഈ സോർട്ടിങ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അധികം ഇൻട്രോ പറയുന്നില്ല, നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ച് സീഡ്സ് ആണ്. ഇതിൽ കുറച്ച് ഞാൻ പുളിങ്കുരുവും അതേപോലെ പയറോ കടലയോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ രണ്ട് രീതിയിലുള്ള രണ്ട് സീഡ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് കുഞ്ഞിനോട് രണ്ടും തരംതിരിക്കാൻ പറയുക. അതായത് കളർ ബേസിൽ ഒരേ കളറുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് നല്ലൊരു ആക്ടിവിറ്റിയാണിത്. ടെക്സ്ചർ നോക്കി സൈസ് നോക്കി കുട്ടി സോർട്ട് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. അടുത്തത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഫ്ലവർ പസിലിനെ പറ്റിയിട്ട്. ഇതിനകത്ത് പല ടൈപ്പ് കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഓരോന്നിലും ഓരോ കളറായിട്ട് ഇടുകയാണ്. എന്നിട്ട് കുഞ്ഞിനോട് കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കളർ വെച്ച് സോർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ സൈസും ടെക്സ്ചറും ഒക്കെയാണ് പറഞ്ഞെങ്കിൽ ഇവിടെ കളർ സോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഓരോന്നെടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ സോർട്ട് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരെണ്ണം വരുന്നത്, ഇതെല്ലാം നമ്മുടെ അടുക്കളയിലുള്ള സ്പൂൺസ് ഒക്കെയാണ്. ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് സ്പൂൺസും അതേപോലെ സ്റ്റീൽ സ്പൂൺസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുമിച്ചും അതേപോലെ സ്റ്റീലിന് ഒരുമിച്ചും വെക്കാൻ പറയാം. അപ്പം എന്നിട്ട് പറഞ്ഞു കൊടുക്കാം മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് ഉണ്ട്, സ്റ്റീലുണ്ട്, അങ്ങനെ പലതരം മെറ്റീരിയൽസ് ഉണ്ട് എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതാണ് അടുത്തൊരു സോർട്ടിങ് ആക്ടിവിറ്റി. ഇനി വരുന്നത് ഷേപ്പ് സോർട്ടിംഗ് ആണ്. ഇതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഞാൻ ഇതിൻ്റെ ഓരോ സൈഡിലും ഇത് കണ്ട് ഒരു മങ്കിയുടെ പടം വെച്ചിട്ടുണ്ട്. ഓരോ മങ്കിയുടെ വായിലും ഓരോ ഷേപ്പായിട്ട് കട്ട് ചെയ്തിട്ടുമുണ്ട്. സർക്കിൾ, റെക്ടാങ്കിൾ, അതേപോലെ തന്നെ ട്രയാങ്കിൾ, പിന്നെ സ്ക്വയർ, ഇങ്ങനെ 4 ഷേപ്പായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ കുറച്ച് ഷേപ്സും ഉണ്ട് കേട്ടോ. ഷേപ്സും വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഷേപ്പുണ്ട്. സർക്കിളും സ്ക്വയറും ട്രയാങ്കിളും അതുമാതിരി റെക്ടാങ്കിളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിനോട് പറയുക കറക്റ്റായിട്ട് സോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ ഇതാ റെക്ടാങ്കിൾ എടുത്തു. അപ്പോൾ നോക്കുക റെക്ടാങ്കിൾ എവിടെയാണ് കിടക്കുന്നതെന്ന് കറക്റ്റിയൊക്കെ നോക്കാൻ പറയാം. അല്ലെങ്കിൽ കുഞ്ഞിതിന് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങുകയൊക്കെ ചെയ്യും. എന്നിട്ട് കണ്ടുപിടിച്ച് റെക്ടാങ്കിൾ എവിടെയാണെന്ന് വെച്ചാൽ ആ മങ്കിക്ക് കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഫീഡിങ് ദ മങ്കി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഷേപ്പ് നോക്കിയിട്ട് സോർട്ട് ചെയ്യാനായിട്ട് പഠിക്കാം. കണ്ടോ, ഇത് നല്ല ഇഷ്ടമായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. മോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടി നടന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സോർട്ടിങ് ആക്ടിവിറ്റീസിലായിട്ട് എടുത്തേക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ എടുത്തിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സീരീസിലെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് എല്ലാം താഴെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.